സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയാലാണ് നമുക്കത് കറക്റ്റ് അതിന്റെ പരിപാടി അത് കറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്താ അറിയോ, പർച്ചേസ്, സെയില്, ഡാമേജ്, പ്രൊഡക്ഷൻ, മെറ്റീരിയൽ ഇഷ്യൂ, അക്കൗണ്ട്സ്, ഫിനാൻസ്, അതായത് അക്കൗണ്ടിങ് വൗച്ചർ, 6 കാര്യം എൻട്രി ചെയ്താൽ വേറെ ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. ഈ 6 കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻസിന്റെ റിസൾട്ട് കിട്ടണം, ആവറേജ് കോസ്റ്റിംഗ് നമുക്ക് കിട്ടണം, ഇതുപോലെ തന്നെ പർച്ചേസിന്റെ മാർജിൻ നമുക്ക് കിട്ടണം, നെറ്റ് കോസ്റ്റിംഗ് കിട്ടണം, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടണം, എക്സ്പെൻസുകൾ മുഴുവൻ കിട്ടണം. ഇതെല്ലാം കഴിഞ്ഞ് നെറ്റ് എത്ര റുപ്യ നമ്മുടെ കയ്യിൽ കിട്ടി, ആ കോസ്റ്റിംഗ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരണം. ഈ 6 കാര്യം ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ കൂടുതൽ കോസ്റ്റിംഗ് എടുക്കാൻ വേണ്ടി എൻഡ് ഓഫ് ദ ഡേ നമുക്ക് കോസ്റ്റിംഗ് കിട്ടണം. ഈ കോസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുക്കരുത്. നമ്മൾ പർച്ചേസ് അടിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിന്റെ ഉള്ളിൽ ആവറേജ് റേറ്റ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് കോസ്റ്റിംഗ് കണ്ടുപിടിക്കണം. അങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് പോകുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കണം. അല്ലാണ്ട് കോസ്റ്റിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരെ വെച്ച് പണിയെടുപ്പിച്ചത് മുതലാവില്ല. ഈ ഒരു 5-6 കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇത് വളരെ ബേസിക് ആയിട്ട് എല്ലാ സോഫ്റ്റ്വെയറിലും ചെയ്യുന്ന കാര്യമാണ്. ഇത്രയും ചെയ്താൽ നമുക്ക് എല്ലാ റിസൾട്ടും കിട്ടണം. നമ്മൾ ഉദ്ദേശിക്കുന്ന മുഴുവൻ കാര്യവും ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടണം. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായ? അങ്ങനെ കിട്ടുമ്പോഴാണ് ആ സോഫ്റ്റ്വെയറിന്റെ എഫിഷ്യൻസി നമുക്ക് കറക്റ്റ് മനസ്സിലാവണേ. സാധാരണ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് പലപ്പോഴും റിസൾട്ട് കിട്ടാറില്ല. ഇത് ഇത്രയും ഡാറ്റ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ ഈ ഒരു ചായ ആണെങ്കിൽ ആ ഒരു ചായ ഉണ്ടാക്കാൻ എത്ര രൂപ വന്നു അതിന്റെ നെറ്റും കിട്ടണം, ഗ്രോസും കിട്ടണം. അങ്ങനെയാണ് നമ്മളത് ചെക്ക് ചെയ്യേണ്ടത്. എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? അല്ല, ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പൊ ഈ ഒരു ചായ ഇതിന് വെള്ളമുണ്ട്, പാലുണ്ട്, ചായപ്പൊടി ഉണ്ട്, പഞ്ചസാരയുണ്ട്. ഇത് ഉണ്ടാക്കുന്ന ഒരു ലേബർ കോസ്റ്റ് അവിടെ വരുന്നുണ്ട്. ഇതിന്റെ എക്യുപ്മെന്റ്സ്, നമ്മൾ ഇത് ഉണ്ടാക്കാനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്, ഗ്യാസ് സ്റ്റവ് അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതിന്റെ കൂടെ ഇതിന്റെ ഗ്യാസ് ഉണ്ട്, നമ്മൾ ഇരിക്കുന്ന ഔട്ട്ലെറ്റിന് റെന്റ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, വാട്ടറിന്റെ ബില്ല് വരും. അപ്പൊ ഇങ്ങനത്തെ കുറെ ചെലവുകളുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി ഇതിന് എന്ത് വരും? അത് ഈ പറഞ്ഞ മിനിമം 6 എൻട്രി നമ്മൾ ഡാറ്റ എൻട്രി നമ്മൾ ചെയ്താൽ നമുക്ക് ഈ ചായയുടെ കാശ് കിട്ടണം. അവിടെയാണ് നമ്മുടെ വിജയം.